കേരളത്തിലെ മദ്യനയം ആർക്കു വേണ്ടിയെന്ന് ജനങ്ങൾ. കേരളത്തിൽ നടപ്പിലാക്കുന്ന മദ്യനയം ആർക്കു വേണ്ടിയെന്ന് ജനങ്ങൾ ചോദിക്കുന്നു. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാക്കും, ഘട്ടം ഘട്ടമായി മദ്യവർജനത്തിന് ഊന്നൽ നൽകുമെന്ന് പറഞ്ഞ സർക്കാർ മദ്യ ഷോപ്പ് 300-ൽ ഒതുക്കി, ബാറുകൾ 800-ൽ കൂടുതൽ അധികമാക്കി, സംസ്ഥാനം മുഴുവൻ മദ്യലഭ്യത വ്യാപകമാക്കിയെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. സുപ്രീം കോടതി വിധിയിൽ മായം ചേർത്ത് പൂട്ടിയ ബാറുകൾ തുറക്കുന്നതിനായി റോഡുകളുടെ ക്ലാസിഫിക്കേഷൻ മാറ്റിയും ബാറുകാരെ സഹായിച്ചു. ലക്ഷക്കണക്കിന് മദ്യപന്മാരുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന് നിരന്തരമായി തൊട്ടതിനൊക്കെ മദ്യത്തിന് വില കൂട്ടി, പ്രളയത്തിൽ പോലും മദ്യത്തിന് വില കൂട്ടി, സ്ഥിരമായി മദ്യപന്മാരെ ചൂഷണം ചെയ്ത് ദ്രോഹിക്കുന്നതായും പരാതികൾ ഉയരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ സർക്കാർ ഷോപ്പിൽ വെച്ച് പാവപ്പെട്ട മദ്യപന്മാർക്ക് കഴിക്കാനുള്ള സൗകര്യം തുടരുമ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്ന സംവിധാനം നിർത്തലാക്കി ബാറുകാരെ സഹായിച്ചു വരുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ മദ്യനയം കൊണ്ട് സർക്കാരിനും നേതാക്കൾക്കും ബാർ ഉടമകൾക്കും മദ്യ കമ്പനികൾക്കും കോടികൾ ലാക്കാക്കി വമ്പൻ മദ്യ മുതലാളിമാർക്ക് വേണ്ടി നയം മാറ്റുന്നതായും ഇടതുപക്ഷ സർക്കാർ ക്രമേണ ബൂർഷ്വാ മുതലാളിമാർക്ക് ഒപ്പം പോകുന്നതായും ജനങ്ങൾ വിലയിരുത്തുന്നു. ഇതിനെ ന്യായീകരിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളുടെ പൊരുൾ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാകാൻ കഴിയുമെന്ന് അവർ വ്യക്തമാക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിലെ മദ്യനയം ജനങ്ങൾക്കും സർക്കാരിനും മാത്രമാണ് ഗുണമുണ്ടാകുന്നത്. അതിനാലാണ് ആയിരക്കണക്കിന് സർക്കാർ മദ്യ ഷോപ്പ് കൂട്ടി ബാറുകൾക്ക് നിയന്ത്രണം വരുത്തി ചുരുങ്ങിയ തോതിൽ ബാറുകളെ ഒതുക്കുന്നു. ജനങ്ങൾക്ക് പ്രയോജനം മാത്രം കണക്കാക്കിയാണ് ഷാപ്പുകളിൽ മദ്യം വിളമ്പുന്നത് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ സർക്കാരുകൾ നടപ്പിലാക്കി വരുന്ന മദ്യനയം തികഞ്ഞ പരാജയമാണെന്ന് ഹൈക്കോടതി പല പ്രാവശ്യം വിമർശിച്ചതാണ്. നമ്മുടെ സർക്കാരിൻ്റെ മദ്യനയം രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ ഒന്നിലും തന്നെ ഈ മദ്യനയം ഇല്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ സർക്കാർക്ക് ഇടയ്ക്കിടെ നികുതി വർധനവും ചാർജുകളും കൂട്ടുന്നതിനെ ന്യായീകരിക്കുന്നത് പലപ്പോഴും അയൽ സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടി ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. വ്യാപകമായി പരാതികൾ നിരന്തരമായി ഉയരുന്നുണ്ട്. പക്ഷേ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ മാത്രം മറ്റു സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടുന്നില്ല. കേരളത്തിലെ മദ്യനയം ഈ വിധത്തിൽ തുടരുകയാണെങ്കിൽ ഒരിക്കലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ താറുമാറാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു മാനദണ്ഡവുമില്ലാതെയാണ് കേരളത്തിലെ മദ്യനയമെന്ന് കോടിക്കണക്കിന് പ്രവാസികളും പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത വിലയാണ് മദ്യത്തിന് കേരളത്തിൽ ഈടാക്കി വരുന്നത്. ഈ നില തുടർന്നു പോയാൽ മാഹിയെ ആശ്രയിക്കുന്നത് പോലെ തമിഴ്നാടിനെയും കർണാടകയെയും കേരളത്തിലെ ജനങ്ങൾ ആശ്രയിക്കേണ്ടി വരുമെന്ന് മദ്യപന്മാർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നു. മോക്ഷം തേടിപ്പോയി അപകടത്തിൽ കുടുങ്ങി. പ്രയാഗ്രാജ് മഹാകുംഭമേളയിൽ ഏറ്റവും പ്രധാനമായ ദിനമായിരുന്നു ഇന്ന്. മൗനി അമാവാസി 3 നദികളുടെ സംഗമസ്ഥാനമായി ത്രിവേണി സംഗമത്തിൽ ഈ ദിവസം നടത്തുന്ന അമൃത സ്നാനം മോക്ഷം നൽകുമെന്നാണ് വിശ്വാസം. കോടിക്കണക്കിന് വിശ്വാസികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത്. നിയന്ത്രിതമില്ലാതെ തിരക്ക് മൂലം 15 പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. അപകടം പുലർച്ചെ 2:30-ക്കാണ്. തിക്കിലും തിരക്കിലും അപകടത്തിൽപ്പെട്ടവർ ബഹളത്തിൽ ആശയക്കുഴപ്പത്തിലായി നാനാഭാഗത്തേക്കും ചിതറി ഓടുകയായിരുന്നു. സ്നാനം പൂർത്തിയാക്കി മടങ്ങുന്നവർക്ക് പുറത്തു കടക്കാൻ പോലും കഴിയാതെ സ്ഥിതി കൂടുതൽ വഷളാക്കിയെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. 144 വർഷത്തിന് ശേഷമാണ് ഈ അപൂർവ കുംഭമേള നടക്കുന്നത്. പാലക്കാട് കോളയെ തുരത്തിയതിന് ചുക്കാൻ പിടിച്ച CPM കളം മാറ്റി മദ്യ കമ്പനിക്ക് കളം ഒരുക്കുകയാണെന്ന് ജനങ്ങൾ. എന്നാൽ പ്രധാന ഘടകകക്ഷിയായ CPM ഇതിന് എതിരുമാണ്. പ്ലാച്ചിമട സമരത്തിൽ സജീവമായിരുന്ന മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാവ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ജലചൂഷണം നടത്തുന്ന മദ്യ കമ്പനിയെ പിന്തുണയ്ക്കുന്നതായി പറയുന്നു. എന്നാൽ കെ കൃഷ്ണൻകുട്ടി ഭരിച്ചിരിക്കുന്ന പെരുമാട്ടി പഞ്ചായത്ത് മീനാക്ഷിപുരത്ത്
സൺ കെമിക്കൽസ് എന്ന കമ്പനിക്ക് 1996 ഇടത് സർക്കാർ അനുമതി കൊടുത്തിട്ടും പെരുമാട്ടി പഞ്ചായത്ത് അനുമതി നിഷേധിച്ചതും മീനാക്ഷിപുരത്ത് ജനങ്ങൾ ഓർക്കുന്നു. മന്ത്രിയായി ഭരണത്തിലിരിക്കുമ്പോൾ കെ കൃഷ്ണൻകുട്ടി നിലപാട് മാറ്റുന്നതായും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. മീനാക്ഷിപുരത്ത് തുടങ്ങാനിരുന്ന കേരള ആൽക്കഹോളിക് പ്രോഡക്ട്സ് എന്ന മദ്യ കമ്പനി തുടങ്ങുമ്പോൾ കമ്പനി കെട്ടുന്ന സ്ഥലം തമിഴ്നാട്ടിലാണെന്ന് വ്യാജ പരാതി പറഞ്ഞ് അന്നത്തെ വ്യവസായ വകുപ്പ് ഡയറക്ടറെ ഭീഷണിപ്പെടുത്തി കമ്പനി വരുന്നതിന് തടസ്സം സൃഷ്ടിച്ചതായും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, അട്ടപ്പാടിയിൽ കാറ്റാടി കമ്പനിയായ സുസ്ലോൺ കമ്പനിക്കെതിരെയും പാലക്കാട് പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തിയതും ജനങ്ങൾ ഓർക്കുന്നു. 1996 ഇടതുഭരണത്തിൽ സർക്കാർ കമ്പനിയായ ചിക്കോപ്സിൽ വിദേശമദ്യ ഉൽപ്പാദനം തുടങ്ങാനിരിക്കുന്ന പദ്ധതി ഉപേക്ഷിച്ച് പാലക്കാട് കഞ്ചിക്കോട് മാത്രം 3 സ്വകാര്യ കമ്പനികൾക്ക് ബിയർ കമ്പനി അടക്കം അനുമതി നൽകിയപ്പോഴും കെ കൃഷ്ണൻകുട്ടി മൗനം നടിച്ചുവെന്ന് ഷുഗർ ഫാക്ടറിയിലെ ഓഹരി ഉടമകളും വിരമിച്ച തൊഴിലാളികളും ചൂണ്ടിക്കാട്ടുന്നു. നരഭോജി കടുവയെ കൊന്നാൽ അധികൃതർ അഴിക്കുള്ളിലാകും. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ നരഭോജി കടുവയെ വെടിയിച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറപ്പെടുവിച്ച ഉത്തരവ് നിയമവിരുദ്ധമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഉത്തരവ് പ്രകാരം കടുവയെ കൊല്ലുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്താൽ അധികൃതർ അഴിയെണ്ണേണ്ടി വരുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം 1972 ഒന്നാം പട്ടികയിലാണ് കടുവ ഉൾപ്പെടുന്നത്. മനുഷ്യജീവൻ ഭീഷണി ഉണ്ടാക്കുന്ന കടുവയെ വകുപ്പ് 11 പ്രകാരം കൂടുവെച്ച് പിടിക്കുകയാണ് വേണ്ടത്. യതീഷ് ചന്ദ്രയുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് രാജ്യസുരക്ഷയടക്കം അന്വേഷണ പരിധിയിൽ വരും. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര IPSന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് സൃഷ്ടിച്ചതിന് പിന്നിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെടുന്നു നീക്കങ്ങൾ ഉണ്ടോ എന്ന കാര്യവും അന്വേഷണ പരിധിയിൽ. ഫേസ്ബുക്ക് അക്കൗണ്ട് മരവിപ്പിച്ച ശേഷം ഇക്കാര്യത്തിൽ തുടരന്വേഷണത്തിലേക്ക് കടക്കാനാണ് സൈബർ ക്രൈം അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. യതീഷ് ചന്ദ്രയുടെ പേരും ചിത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ കുറിച്ച് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിലാണ് കൊച്ചി സൈബർ ക്രൈം അന്വേഷണം നടത്തി വരുന്നത്.